dignitaries on the stage and off the stage, especially. Today's program is presiding by Reverend Sister Anida SJC, the Mother General of St. Joseph Congregation. Today's chief guest, Mr. Kailash, cine artist. Then Reverend Sister Soli, school manager. Reverend Sister Anis, our principal. Reverend Sister Elda, principal of our primary section. Ms. Prasanna, our ward councillor. Binu Kuruvila, our PTA president. Kumari Arshia Kaushit Raj, school leader. Reverend fathers, Reverend sisters, respected parents, and my dear students, good evening to all. Can you respond? Good evening. My heartfelt congratulations to the entire St. Mary's School family on your annual day celebration. May this joyous occasion showcase the talents, achievements, spirit of teachers, supporting staff, parents, together with the students. Wishing you a spectacular event filled with laughter, excitement, and cherished memories. Once Martin Luther King said, intelligent plus character is equal to education. That means intellectual development together with the character formation is the purpose or the aim or the result of the education. Intellectual formation എന്നുള്ളത് എഡ്യൂക്കേഷൻ്റെ ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിന്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ അവര് ട്യൂഷൻ ടീച്ചറിന്റെ അരികിലോ ഇന്റർനെറ്റിലോ അതും അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലോ ഒക്കെ പോയതാൽ നമുക്ക് അറിവ് കിട്ടും. പക്ഷേ the most important part of the second part, the character formation, അതിലൊരു സ്കൂൾ നിർബന്ധമാണ്, മസ്റ്റാണ്. കാരണം ഈ ക്യാരക്ടർ ഫോർമേഷനകത്ത് സ്നേഹം, കരുണ, ആർദ്രത, സഹകരണം, സിമ്പതി തുടങ്ങി ഒട്ടനവധി സദ്ഗുണങ്ങൾ അവർ നേടിയെടുക്കുന്നത് ഈ ക്യാരക്ടർ ഫോർമേഷനാണ്. അതൊരു സ്കൂൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം അക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സെൻറ് മേരീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ക്യാരക്ടർ ഫോർമേഷന് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് നമ്മുടെ ചീഫ് ഗസ്റ്റ് കൈലാഷ് ഇവിടെ ഒരു സംശയം പ്രകടിപ്പിച്ചു. അതിതാണ്, ഇവിടെ ആനുവൽ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇത്രയേറെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുന്ന ഈ സ്കൂളിന് എവിടെയാണ് ഈ അക്കഡമിക് കരിക്കുലർ അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് എവിടെ സമയം കിട്ടുമെന്നുള്ളത്. കൈലാഷ് അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. കാരണം ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. അതിൽ സെക്കൻഡ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് കുട്ടികൾ പരസ്പരം സഹകരണത്തിൻ്റെയും സഹായഹസ്തം നീട്ടുന്നതിൻ്റെയും കരുണ കാണിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലും സഹോദരങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും പെരുമാറാനായിട്ടുള്ള പഠനം നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആർദ്രത അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ടിയിട്ട് തങ്ങളാൽ കഴിയുന്ന
സഹായങ്ങൾ ചെയ്യാൻ, അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വസ്തുവകൾ കൊണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ടായിക്കൊള്ളട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടായിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം അവർ ആർജിച്ചെടുക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ലൈഫിൽ നിന്നാണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് ഫിലോസഫർ ആൻസലം ഒരിക്കൽ പറയുകയുണ്ടായി, എവരി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ദ മൈൻഡ് ഓഫ് ടാബുല റാസ. ടാബുല റാസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ്. എല്ലാ കുഞ്ഞുങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്നത് ക്ലീൻ സ്ലേറ്റ് എന്ന ഒരു മനസ്സോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ മനസ്സിൽ എന്തൊക്കെയാണോ രേഖപ്പെടുത്തുന്നത്, അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ രേഖപ്പെടുത്തലുകൾ ആരംഭിക്കുകയാണ്. അത് ഒരിക്കലും പിന്നീട് മായ്ച്ചു കളയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഇംപ്രിന്റഡ് ഓൺ ദി സ്ലേറ്റ് ഓഫ് ദ മൈൻഡ്. അതുകൊണ്ടാണ് ഇപ്പം ആധുനിക സൈക്കോളജിസ്റ്റൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണം, സന്തോഷമുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണം, മനോഹരമായിട്ടുള്ള താളബോധമുള്ള പാട്ടുകൾ കേൾക്കണം. കാരണം എന്താണ്? ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഈ താളബോധം ഉണ്ടാകാനായിട്ട് ഒക്കെ സാധിക്കും. ഇന്നിപ്പോൾ റിയാലിറ്റി ഷോയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് പാട്ടുകൾ പാടുന്നത്. കാരണം അവരുടെ ഈ താളബോധവും ഈ പാട്ടും ഒക്കെ അവർ ആരംഭിച്ചിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രീ സ്കൂളും കിൻഡർ ഗാർഡനും ഒക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ജോലിക്കാരായ മാതാപിതാക്കൾക്ക് ഒരു സഹായമായിട്ട് ഈ പ്രീ സ്കൂൾ തുടങ്ങിയിരിക്കുന്നു, അല്ല കിൻഡർ ഗാർഡൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും അവർക്ക് സഹായം കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ പഠിക്കണം. സൈക്കോളജിസ്റ്റ് പറയുന്നത് 4 വയസ്സിനുള്ളിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് ആർജിക്കാൻ സാധിക്കേണ്ട എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മറ്റുള്ള സദ്ഗുണങ്ങളുമൊക്കെ 60% അവർ അക്വയർ ചെയ്യുന്നത്, നേടിയെടുക്കുന്നത് 4 വയസ്സിനുള്ളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഫോർമേഷൻ, അവിടെ കിട്ടുന്ന രൂപീകരണമാണ് ഒരാളെ വലുതാകുമ്പോഴും നയിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. സെൻറ് മേരീസും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നല്ല പ്രീ സ്കൂളും കിൻഡർ ഗാർഡനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിന് അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കിൻഡർ ഗാർഡനും പ്രീ സ്കൂളുമെല്ലാം പുതിയ രൂപകൽപ്പന ചെയ്ത് അവർ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഒരുപക്ഷെ ഈ സമീപഭാവിയിൽ അങ്ങനെയുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഈ സ്കൂളിനും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി കടന്നു വരാനിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു സ്കൂൾ തന്നെ, ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ലഭിക്കുവാനായിട്ട് ഇടയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പേരൻസ് ഒന്നും തോന്നുന്നില്ലേ? ഒരു കൈയടിക്കാനൊന്നും തോന്നുന്നില്ല? തീർച്ചയായിട്ടും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ ഈ സ്കൂളിനെ ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, നമ്മുടെ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റ്, ഒരിക്കലൊരു കാര്യം പറയുകയുണ്ടായി. അതിപ്രകാരമാണ്, മഴ പെയ്യുന്ന സമയത്ത് സാധാരണ പക്ഷികളൊക്കെ അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരച്ചില്ലകളിലോ പൊത്തുകളിലോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെൽട്ടറിലെ കൂടുകളിൽ അത് ഉടനെ പോയി അഭയം പ്രാപിക്കും. എന്നാൽ ഈഗിൾ, കഴുകന്മാർ ഈ മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നുകൊണ്ട് അതിനെ അതിജീവിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞെന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് സാധാരണ രീതി സ്വീകരിക്കുന്ന ഈ സാധാരണ പക്ഷികളൊക്കെ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിവിധിയേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാളെല്ലാം ഉയർന്ന് ചിന്തിക്കുവാനും ഉയർന്ന് പ്രവർത്തിക്കുവാനും പ്രാപ്തമാക്കി തീർക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. അതോ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ തുടക്കകാലം മുതൽ ഞാൻ അടുത്ത് നോക്കി കാണുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും, അത്തരത്തിലുള്ള ഒരു മേഖലയാണ് ഇവിടെ തുറന്നു വരുന്നത് എന്ന്. റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി 98, 99
97% മാർക്ക് മേടിച്ചുകൊണ്ട് ഉന്നത നിലയിലേക്കൊക്കെ കുട്ടികൾക്ക് എത്താനായിട്ട് സാധിച്ചത് ഈ അക്കഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന്. ജീവിതത്തിൽ ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, ജീവിക്കാനായിട്ട് അവരെ പ്രാപ്തമാക്കി തീർക്കുക, അതാണ് ഈ സ്കൂളിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഇവിടെ കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് ഈ സെൻറ് മേരീസ് സ്കൂളിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ എവരി ആനുവൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൊളാബറേഷൻ ഓഫ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതർ സ്റ്റാഫ്സ്, മാനേജ്മെന്റ് ആൻഡ് ദ പേരൻസ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ടുള്ള വലിയൊരു സംഘാതമായിട്ടുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള കൈകോർക്കുന്ന വലിയൊരു സന്ദർഭമാണ്, പ്രവർത്തന മേഖലയാണ് എല്ലാ സ്കൂളിലുമുള്ള ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. കുറേ നാളത്തെ പരിശീലനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതിലെല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിൻ്റെ ഒരു മുൻ ആസ്വാദനം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുക. ഇത്തരം ഒരു സഹകരണത്തോടു കൂടിയ ഒരു വളർച്ച ഈ സ്കൂളിന് മുമ്പോട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.